എല്ലാ മലയാളി പ്രേക്ഷകർക്കും SEO വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസമോനാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബോയ മൈക്രോഫോൺ എന്ന കമ്പനിയുടെ മൈക്രോഫോൺ, ബോയ കമ്പനിയുടെ, അതുപോലെ തന്നെ JBL എന്ന കമ്പനിയുടെ ഹെഡ്ഫോൺ. ഇത് രണ്ടുമാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് ബോയ എന്ന കമ്പനിയുടെ മൈക്രോഫോൺ മാത്രമുള്ള, അതായത് മൈക്രോഫോൺ മാത്രമാണ്, മൈക്കാണ് മെയിനായിട്ട് മൈക്കിൻ്റെ യൂസാണ് മെയിനായിട്ട് വരുന്നത്. ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് ക്ലാരിറ്റി ക്ലിയർ ആയിരിക്കണം, നോയ്സ് ഇല്ലാതെ നമ്മുടെ സൗണ്ടുകൾ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത്. അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് 6.3 mm ജാക്കും കൂടെ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാക്കിലേക്ക് ഈ ഒരു 3 mm ജാക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തോ ഉള്ള പരിപാടികൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആംപ്ലിഫയറിലേക്ക് ഇത് ഡയറക്റ്റ് ഈ ഒരു മൈക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു മൈക്ക് പോയിൻ്റ് ആ ഒരു ഡയറക്റ്റ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊരു ജാക്കാണ് 6.3 mm അഡാപ്റ്റർ. അതും കൂടി ഇതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഉപയോഗമാണ്, രണ്ടല്ല അതിൽ കൂടുതൽ ഉപയോഗമുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സ്മാർട്ട് ഫോണുകൾ വീഡിയോ ചെയ്യുന്നവർക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ DSLR ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് അതിലിത് യൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അതിലിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ, ഹുജയുടെയൊക്കെ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്കും ഇത് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മൾട്ടി പർപ്പസ് മൈക്കാണ് തന്നെ, ഈ മൈക്ക് തന്നെയാണ്. നിങ്ങൾ ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇത് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക, അത്ര മാത്രമേ വേണ്ടിയുള്ളൂ. ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു അഡാപ്റ്റർ 3.5 mm ജാക്ക് ഓൾറെഡി ഇതിൽ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 6.3 mm ഒരു ജാക്ക് അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. സാധാരണ നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററിയാണ്, പക്ഷേ ആ ബാറ്ററിയുടെ മോഡൽ LR44 എന്ന മോഡലിനുള്ള ബാറ്ററിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ മറ്റൊരു ഐറ്റം കൂടെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടി, ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്ക് കവർ ചെയ്യുന്ന ഒരു സ്പോഞ്ചിൻ്റെ ഒരു കവചം, അതായത് നമ്മൾ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തുപ്പൽ തെറിക്കാതിരിക്കുക, അതുപോലെ തന്നെ പൊടി മൈക്കിൽ കയറാതിരിക്കുക, അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു കവചം, മൈക്കിനെ കവർ ചെയ്യുന്ന സ്പോഞ്ചിൻ്റെ ഒരു കവചം ഫോം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടുതൽ ഇവർ വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത, രണ്ട് പ്രത്യേകത. ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇത് മൾട്ടി പർപ്പസായിട്ട് എല്ലാ സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഒരു കവച്, അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത ഒരു പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ യൂസ് പറയുകയാണ്, ഇത് എല്ലാ സിസ്റ്റത്തിലും നിങ്ങൾക്ക് മൾട്ടി പർപ്പസായിട്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. രണ്ട്, ഇതിൽ വെച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലോ നോയ്സ് ആയിരിക്കും, ലോ ഹാൻഡിലിംഗ് നോയ്സ്, അതായത് ഹാൻഡിലിന് എന്ത് ചെയ്യുക, വളരെ കുറച്ച് തന്നെ നോയ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെ കുറച്ച് റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റം ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ട്. മൂന്നാമത്, ഇതിൻ്റെ പ്ലഗ് ജാക്ക് പിന്ന് എന്ന് പറഞ്ഞാൽ ഗോൾഡ് നിറത്തിലുള്ള കവചമുള്ള ഒരു ഗോൾഡ് കളറിലുള്ള ജാക്ക് പിൻ, അതായത് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാത്ത ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോയ മൈക്രോഫോണിൻ്റെ വയർ, അതായത് അതിൻ്റെ കേബിളിൻ്റെ ലെങ്ത്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ 6 മീറ്റർ. അപ്പോൾ എത്ര ദൂരത്തുള്ള വിഷ്വൽസ് വേണമെങ്കിൽ എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്ത് ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പം 6 മീറ്റർ ലെങ്ത്തിലുള്ള കേബിളാണ്. അഡാപ്റ്ററിൻ്റെ ഫോണുമായിട്ടല്ല, നമ്മുടെ DSLR ക്യാമറയുമായിട്ടുള്ള ദൂരം നമുക്ക് 6 മീറ്റർ വരെ ഈ മൈക്കിനെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറുകൾ. ഏകദേശം ആമസോണിൽ ഇപ്പോൾ 1000 ചോടയായിട്ട് ഇത് സെയിലിംഗ് നടക്കുന്നുണ്ട്. 2000-3000 ഒക്കെ ആയിരുന്നു, ഇപ്പോൾ 1000 ചോട വരെ ഇതിൻ്റെ സെയിലിംഗ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മേഡ് വരുന്നത് ചൈനയുടെ ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ ചൈന തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് JBLൻ്റെ ഒരു ഹെഡ്സെറ്റാണ്, ഹെഡ്ഫോൺ എന്ന് വേണം പറയാം. ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ക്ലാരിറ്റിയിലുള്ള ഹെഡ്ഫോൺ തന്നെയാണ്. ഹെഡ്ഫോൺ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഹെഡ്സെറ്റിൻ്റെ ആ ഒരു പവർ നശിപ്പിച്ച് കളയണ്ട. കാരണം ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിയർ ബാസ് പർപ്പസ് തന്നെ ഈ ഒരു JBLൻ്റെ ഹെഡ്ഫോൺ തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്ലിയർ ബാസ് പാട്ടുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ട്യൂട്ടർ ഫേസ്, ഇതൊക്കെ എല്ലാം
വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ആ ഒരു സോങ് ആസ്വദിക്കാനും കറക്റ്റ് ബാസിൽ കറക്റ്റ് ട്യൂട്ടറിലൊക്കെ നമുക്ക് കേൾക്കാനും സാധിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ് ഹെഡ്ഫോണാണിത്. ഇതിലൊന്നും ഇതിൻ്റെ റെക്കോർഡ് ചെയ്യുന്ന മൈക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. റെക്കോർഡിങ് മൈക്കും ഇത് നോയ്സ് ക്യാൻസലിംഗ് ആയിട്ട്, അതായത് നോയ്സ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൈക്കാണ് ഇതിൻ്റെ കൂടുതൽ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ പേര് പറയുകയാണെങ്കിൽ ഈ ഒരു JBL വരുന്നത് ഒറിജിൻ ചൈന ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞാൽ T110 റെഡ് എന്നാണ്. T110 റെഡ് ഏകദേശം 1000 രൂപയുടെ ചോടയാണ് വരുന്നത്. അടിപൊളി സാധനമാണ്. 1 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1802-102-0525 എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുകയാണ്. നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് കിട്ടും. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും വലിയ ക്വാളിറ്റിയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു കമ്പനി തന്നെയാണ് JBLൻ്റെ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ലെങ്കിൽ ഇത് ഹൈ ബ്രാൻഡഡ് സാധനം തന്നെയാണ്. കൺട്രികളിൽ യൂസ് ചെയ്യുന്ന ഹൈ ബ്രാൻഡ് സാധനം തന്നെയാണ് JBL സിസ്റ്റം. അപ്പോൾ അതൊരിക്കലും മോശമാവില്ല. അപ്പോൾ ഇതിൻ്റെ ജാക്ക് വരുന്നത് 3.5 mm ജാക്കാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജാക്കാണ്. ആ ജാക്ക് തന്നെ ഗോൾഡ് പ്ലഗ് എന്ന് പറയാം. മറ്റേൻ്റെ ഉള്ള പോലെ ഗോൾഡ് പ്ലഗിങ് ആണ് ആ ഒരു ജാക്കിന് വരുന്നത്, വരുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈക്രോഫോൺ, ആൻഡ്രോയിഡ്, iOS, ലാപ്പ്, ഇതിലൊക്കെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനും പാട്ട് റെക്കോർഡ് ചെയ്യാൻ, സൗണ്ട് റെക്കോർഡ് ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹെഡ്ഫോൺ തന്നെയാണ്. ഏറ്റവും നമുക്കറിയാം മെയിനായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നൊരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ കേബിൾ, അത് ഏകദേശം ഇതിൻ്റെ കേബിൾ ലെങ്ത് വരുന്നത് 1.2 മീറ്ററാണ് ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് വരുന്നത്. ഈ 1.2 മീറ്ററിൽ ലെങ്ത്തുള്ള ഈ ഒരു കേബിൾ മുറിഞ്ഞു പോവുക ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് വരുന്ന സാധാരണഗതിയിൽ വരുന്ന ഹെഡ്ഫോണുകൾ വരുന്ന കംപ്ലൈൻറ്റ്. പക്ഷേ ഈ ഒരു ഹെഡ്ഫോൺ ഫ്ലെക്സിബിൾ ആണ്. ലെങ്ത്ത് അതായത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇത് എത്ര നിങ്ങൾ ചുരുട്ടി മടക്കിയാലൊന്നും ഇതിൻ്റെ കേബിൾ കട്ടായി പോകില്ല. സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കേബിളിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അതുപോലെ തന്നെ ഇത് വയർഡ് ആയതുകൊണ്ട് വയർലെസ് ഹെഡ്സെറ്റുകളെ സംബന്ധിച്ചിടത്തോളം വയർഡ് ഹെഡ്സെറ്റുകൾ നല്ല ക്വാളിറ്റി നൽകുന്നതാണ്. അധികം അറ്റാച്ച്മെൻറ്റോ അതിന് അധികമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്തില്ല. വയർഡ് ആയതുകൊണ്ട് വയർലെസ് ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുന്ന പ്രോബ്ലം, ബാറ്ററി പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രോബ്ലം, എത്തരത്തിലുള്ള പ്രോബ്ലം ഒന്നും ഈ ഒരു വയർഡ് ഹെഡ്സെറ്റിന് ഉണ്ടാവില്ല. ലെഫ്റ്റും റൈറ്റും വ്യത്യസ്തമായി തന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് JBL ലോഗോ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പക്ക ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊന്ന്, ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ പാനൽ ആ ഒരു ഹെഡ്ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഹെഡ്സെറ്റിൻ്റെ ഭാഗത്ത് ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ചും അതിൻ്റെ അടുത്ത് തന്നെ റെക്കും ഇൻബിൽഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കൂടുതൽ നമുക്ക് ചെവിയിലേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു റബ്ബർ സിസ്റ്റത്തോട് കൂടിയിട്ടാണ് നമ്മൾ. അപ്പോൾ അതിനകത്തോട് കൂടി എങ്ങാനും നിങ്ങൾ റബ്ബർ കട്ടായി നശിച്ചു പോവുകയോ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 4 റബ്ബർ കൂടെ ആ ഒരു ബോക്സിൽ അവരെനിക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കൺട്രോൾ പാനലാണ് മെയിനായിട്ട് സ്വിച്ച് വരുന്നത് അവിടെയാണ്. ആ ഒരു സ്വിച്ചിൽ ഒറ്റ ബട്ടണേ വരുന്നുള്ളൂ. അതിന് തൊട്ട് താഴത്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഹോൾ കാണാൻ സാധിക്കും. നമ്മൾ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നല്ല ക്ലിയറുള്ള മൈക്ക് തന്നെയാണത്. നല്ല തന്നെയാണ്. നമുക്ക് റെക്കോർഡ് ചെയ്ത് സ്മൂളൊക്കെ പാട്ട് പാടുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാവുന്നു. അപ്പോൾ ആ ഒരു പാനലുള്ള ബട്ടൺ, റെഡ് തരത്തിലുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് ഒരു താളമുണ്ട്. എന്തിനാണ് ആ ബട്ടൺ അവിടെ വെച്ചിരിക്കുന്നത് പറയാം. നിങ്ങൾ ഒരു തവണ ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കോൾ വരികയാണെങ്കിൽ എൻകേസ് നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാടുന്ന പാട്ട് പോസ് ആവും. ഒന്നുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പാടുന്ന പാട്ട് പ്ലേ ആകും. നിങ്ങൾ 2 തവണ ആ ഒരു ബട്ടൺ അടുപ്പിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് പാട്ടിലേക്ക് കടന്നു പോകും. നിങ്ങൾ അതായത് 3 തവണ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുമ്പ് കേട്ട പാട്ടിലേക്ക് ഫോർവേഡ് ആയിട്ട് പോകും. മുമ്പ് കേട്ട പാട്ട് നിങ്ങൾ കേൾക്കണമെങ്കിൽ 3 തവണ നിങ്ങൾ പ്രസ് ചെയ്യുക. അടുത്ത പാട്ടിലേക്ക് പോകാൻ നിങ്ങൾ 2 തവണ പ്രസ് ചെയ്യുക. ഒറ്റ തവണ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാടുന്ന പാട്ട് സ്റ്റോപ്പ് അല്ല പൗസായി നിൽക്കും. അതുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പ്ലേ ആകും. ഇതാണ് ആ ഒരു ബട്ടൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പുത്തൻ ചിന്തയും പുതിയ അറിവുമാണ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് സ്വന്തം അസുമോൻ എന്നതൊക്കെ ഇവിടെ വാങ്ങും.
നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.